ഒരു ലോങ് കരിയർ ഗ്യാപ്പിന് ശേഷം പെട്ടെന്നൊരു ജോബ് കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അന്വേഷിച്ചപ്പോൾ മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി അറിഞ്ഞ് പെട്ടെന്നൊരു ഡിഗ്രി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ജോബൊന്നും കിട്ടില്ല. പിന്നെ കുറച്ച് കാലം വേറെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് ടീച്ചറായിട്ടോ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്നൊരു ജോബ് നോക്കാനുള്ളൊരു മൈൻഡിലായിരുന്നു ഇതിൽ ജോയിൻ ചെയ്ത്. പിന്നെ പെട്ടെന്ന് തന്നെ എക്സാം കഴിഞ്ഞു ഒരു മാസം തന്നെ ആകുമ്പോഴേക്കും എനിക്ക് ജോലി STM കമ്പനിയിൽ കിട്ടി. എൻ്റെ കസിന് സർജനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനാണ് എന്നോട് സജസ്റ്റ് ചെയ്തത് എബ്രോഡൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് മെഡിക്കൽ കോഡിങ്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തൊക്കെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു മെഡിക്കൽ കോഡിങ് ചെയ്യുന്നത്. അവർ പറഞ്ഞിട്ടാണ് ഞാൻ മെഡിക്കൽ കോഡിങ് എടുക്കാനുള്ള ഡിസിഷൻ ഉണ്ടായത്. ഡിഗ്രി കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ജോലി, അതാണ് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ കോഴ്സാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്, മെഡിക്കൽ കോഡിങ്. കാരണം 3 മാസമേ ആ കോഴ്സുള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ കോവൈ ടെക് പാർക്കിൻ്റെ മുന്നിലാണ്. നമ്മളെ കാടിയിൽ നിന്ന് റീസെൻ്റ്ലി പ്ലേസഡായുള്ള കുറച്ച് കോഡേഴ്സിൻ്റെ കൂടെയാണുള്ളത്. ഇന്ന് ഇവരെ ജോയിനിങ് ഡേറ്റാണ്. STM ഹെൽത്ത് കെയർ എന്ന് പറയുന്ന കമ്പനി കോയമ്പത്തൂർ ലൊക്കേഷനിൽ ജോയിൻ ചെയ്യുന്ന നമ്മുടെ കാടിയുടെ ഡിഫറെൻറ്റ് ബ്രാഞ്ചിൽ നിന്നുള്ള കുറച്ച് സ്റ്റുഡൻസാണ് നമ്മൾ കൂടെ ഉള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് അർജുൻ, ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്. എൻ്റെ ഗ്രാജുവേഷൻ ഡിഗ്രി ആയിരുന്നു. അതിന് ശേഷം ഞാൻ 3 മാസത്തെ കോഴ്സ് കാർഡിയെന്നാണ് ചെയ്തത് പാലക്കാട്. എൻ്റെ പേര് ഷിൻസി, ഞാൻ കണ്ണൂരാണ്. കണ്ണൂർ തന്നെയാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. BA ഹിസ്റ്ററിയാണ്. എൻ്റെ പേര് പ്രസീത, ഞാൻ MCA പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. കാടിയിൽ നിന്ന് ഓൺലൈനായിട്ടായിരുന്നു മെഡിക്കൽ കോഡിങ് ആൻഡ് ബില്ലിംഗ് കോഴ്സ് ചെയ്തത്. എൻ്റെ പേര് ലിൻഡ ജോർജ്, എൻ്റെ ഗ്രാജുവേഷൻ MSc കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഞാൻ കോഴ്സ് ചെയ്തത് ഫ്രം കൊച്ചിൻ കാർഡിയ. എൻ്റെ പേര് ഷഹനാസ്, ഞാൻ BBA ഗ്രാജുവേറ്റഡ് ആണ്. തൃശ്ശൂർ കാർഡിയയിലാണ് ഞാൻ മെഡിക്കൽ കോഡിങ് കംപ്ലീറ്റ് ചെയ്തത്. എൻ്റെ പേര് റിസ്വാന, ഞാൻ BSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്. തൃശ്ശൂർ കാർഡിയയിലാണ് ഇത് മെഡിക്കൽ കോഡിങ് കംപ്ലീറ്റ്. എൻ്റെ പേര് വിനിഷ, ഞാൻ തൃശ്ശൂർ കാർഡിയയിലാണ് മെഡിക്കൽ കോഡിങ് കംപ്ലീറ്റ് ചെയ്തത്. BA സോഷ്യോളജിയാണ് ഗ്രാജുവേഷൻ. എൻ്റെ പേര് ഗോൾഡ മരിയറ്റ് മാത്യു, ഞാൻ തൊടുപുഴ കാർഡിയയിൽ നിന്നാണ് മെഡിക്കൽ കോഡിങ് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. എൻ്റെ പേര് സ്വപ്ന ഷഹാന, ഞാൻ മഞ്ചേരി കാർഡിയയിലാണ് പഠിച്ചത്. ഞാൻ BA എക്കണോമിക്സ് ആണ്. അപ്പോൾ ഇവരോരോരുത്തരും കാടിയിലെത്തിയിട്ടുള്ളത് കരിയറിലൊരു ജോബ് സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് കാർഡിയ ചെയ്യാനുള്ള കാര്യം നിങ്ങളെ 3 മാസത്തെ മെഡിക്കൽ കോഡിങ് പഠിപ്പിച്ചു, എല്ലാവരെയും സർട്ടിഫൈഡ് മെഡിക്കൽ കോഡേഴ്സാക്കി മാറ്റി. ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ ആസ് എ സ്റ്റാർട്ടിങ് ഇനീഷ്യൽ കോഡറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നൊരു ദിവസം കൂടെയാണ്. നിങ്ങൾ ഓരോരുത്തരും മെഡിക്കൽ കോഡിങ്ങിലേക്ക് എത്താനുണ്ടായൊരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, അതിനെ പറ്റി ഒരു 2 വാക്ക് എല്ലാവരും ഒന്ന് സംസാരിക്കാം. ഡിഗ്രി കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ജോലി, അതാണ് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ കോഴ്സാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്, മെഡിക്കൽ കോഡിങ്. കാരണം 3 മാസമേ ആ കോഴ്സുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എക്സാം CPC എക്സാം, അതൊരു 2 മാസത്തിന് നമ്മൾ ഓരോരോ പ്രിപ്പയർ ചെയ്യുന്ന അനുസരിച്ചാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരിക. അപ്പോൾ ടോട്ടലി ഒരു 6 മന്തിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്നൊരു കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന കോഴ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ കോഡിങ് കോഴ്സ് തന്നെയാണ്. പിന്നെ ഞാൻ പഠിച്ചത് മഞ്ചേരി കാർഡിയയിലായിരുന്നു. അവിടെ ട്രെയിനേഴ്സ് ആവട്ടെ അഡ്മിൻസ് ആവട്ടെ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ എക്സാമിനാവട്ടെ എല്ലാത്തിനും ഒരു പേഴ്സണലി കണക്ട് ചെയ്തിട്ട് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും എത്തിയത്. ഞാൻ മെഡിക്കൽ കോഡിങ്ങിലേക്ക് എത്തിയത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തൊക്കെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു മെഡിക്കൽ കോഡിങ് ചെയ്യുന്നത്. അവർ പറഞ്ഞിട്ടാണ് ഞാൻ മെഡിക്കൽ കോഡിങ് എടുക്കാനുള്ള ഡിസിഷൻ ഉണ്ടായത്. അതിനുശേഷം കാർഡിയയുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. പിന്നെ ഞാൻ കാർഡിയയുടെ തൊടുപുഴ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തു. മെഡിക്കൽ കോഡിങ് കോഴ്സ് കഴിഞ്ഞ് CPC എക്സാം കംപ്ലീറ്റ് ചെയ്ത് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നവരെയുള്ള ഫുൾ ട്രാക്കിൽ കാർഡിയയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിരുന്നു, വേഗം ജോബായി. സോ താങ്ക്സ് ടു കാർഡിയ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജോലി കിട്ടുന്നത് എന്താണെന്നുള്ളത് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ മെഡിക്കൽ കോഡിങ് കണ്ട്. പിന്നീട് ഒരു കസിന് മെഡിക്കൽ കോഡിങ് ചെയ്തിട്ട് കോയമ്പത്തൂർ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ് നല്ലതാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ കൂടുതൽ അന്വേഷിച്ചപ്പോൾ നല്ല കോഴ്സാണ്. പിന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കും എന്നുള്ളത് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കാർഡിയനെ കുറിച്ച് കൂടുതൽ കണ്ട്. പിന്നെ ആളും കാർഡിയയിൽ തന്നെ പഠിച്ചത്. അപ്പോൾ നല്ല ഫീഡ്ബാക്കൊക്കെ കിട്ടിയത്. അപ്പോൾ കാർഡിയ തൃശ്ശൂരാണ് ഞാൻ പഠിച്ചത്. അവിടുന്ന് നല്ല സപ്പോർട്ടായിരുന്നു. കോഴ്സ് കഴിഞ്ഞ് പ്രിപ്പറേഷൻസും കുഴപ്പമില്ല. ആദ്യമൊക്കെ മാർക്ക് കുറവുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവിടുന്ന് നല്ല സപ്പോർട്ടായി. അങ്ങനെ CPC എക്സാം എഴുതി പാസ്സായി. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് കൊടുത്ത് ഇവിടെ STMൽ കൊടുത്തിട്ട് അവിടെ കിട്ടി. എന്നിട്ടിപ്പോൾ ജോയിനിങ് ഇന്നായിരുന്നു ജോയിനിങ്. ഇപ്പം വന്ന് താങ്ക്സ് ടു കാർഡിയ. അപ്പോൾ ഞാൻ മെഡിക്കൽ കോഡിങ്ങിലേക്ക് എത്താൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ കോവിഡ് ടൈമിലാണ് ഗ്രാജുവേറ്റ് ആയത്. അപ്പം ആ ടൈമിൽ എല്ലാ
ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെഡിക്കൽ ഫീൽഡിലാണ് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അപ്പം ഞാൻ എടുത്തത് കൊമേഴ്സ് ബേസ് ആയിട്ടുള്ള ഫീൽഡ് ആയതുകൊണ്ട് എൻ്റെ കസിന് സർജനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനാണ് എന്നോട് സജസ്റ്റ് ചെയ്തത് എബ്രോഡൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് മെഡിക്കൽ കോഡിങ്. അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിയപ്പോൾ കാർഡിയാണ് കുറച്ചും കൂടെ റിവ്യൂ ആയിട്ട് കണ്ടത്. അപ്പോൾ തൃശ്ശൂർ കാർഡിയയിൽ ജോയിൻ ചെയ്ത് പിന്നെ ട്യൂട്ടർ അശ്വതി മിസ് നല്ല സപ്പോർട്ടീവായിരുന്നു. എല്ലാ കാര്യങ്ങളും അതിൻ്റെ കറക്റ്റായിട്ട് പറയണ്ടായിരുന്നു. ഇപ്പോൾ ഇൻ്റർവ്യൂവിനാണെങ്കിലും മിസ് പറഞ്ഞ ഏകദേശം ക്വസ്റ്റ്യൻസൊക്കെയാണ് കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ ഇപ്പം കോയമ്പത്തൂർ പ്ലേസ്ഡ് ആയിട്ടിരിക്കുകയാണ്. എബ്രോഡ് പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പം കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഇപ്പോൾ പോകാൻ പറ്റില്ല. അപ്പം കോയമ്പത്തൂർ. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ അബ്രോഡിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു എക്സ്പീരിയൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കമ്പനിയിലെ വർക്കിനെ എടുക്കുക. കുറഞ്ഞ കാലം കമ്പനിയിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അബ്രോഡിലേക്കുള്ള ആ ഒരു യാത്രയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോഡിങ് കരിയറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഒരു ലോങ് കരിയർ ഗ്യാപ്പിന് ശേഷം പെട്ടെന്നൊരു ജോബ് കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പം ഞാൻ അത് അന്വേഷിച്ചപ്പോൾ മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി അറിഞ്ഞ് ഇതൊരു IT ഫീൽഡ് ആയതുകൊണ്ട് ഞാനൊരു MCA പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഇതൊരു IT ഫീൽഡ് ആയതുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്തു. പിന്നെ അബ്രോഡ് പോകുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഇപ്പം നാട്ടിലൊരു എക്സ്പീരിയൻസ് ആയിട്ട് പോകാന്നുള്ളതുകൊണ്ട് ഞാൻ XTOMൽ ജോയിൻ ചെയ്തു. ഓക്കെ, ഡിഗ്രി കഴിഞ്ഞ് പെട്ടെന്നൊരു ജോലി ആയിരുന്നു ലക്ഷ്യം. അപ്പം അതുകൊണ്ട് പെട്ടെന്നൊരു ജോലി കിട്ടാനുള്ളൊരു കോഴ്സ് നോക്കിയപ്പം മെഡിക്കൽ കോഡിംഗ് ആയിരുന്നു എല്ലാവരും സജസ്റ്റ് ചെയ്തത്. അപ്പം ഓൾറെഡി കാർഡി എന്ന എൻ്റെ ഒരു ഫ്രണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കോഡിങ്ങിലേക്ക് വരുന്നത്. അപ്പം എൻ്റെ ട്രെയിനർ വിദ്യ മാം ആയിരുന്നു. വിദ്യ മാം ആയിക്കോട്ടെ, അവിടുത്തെ അഡ്മിൻസ് ആയിക്കോട്ടെ, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം എൻ്റെ സെക്കൻഡ് ഇൻ്റർവ്യൂ ആയിരുന്നു XTOMൽ. അപ്പോൾ അവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ പാലക്കാട് കാടിയിലാണ് പഠിച്ചത്. ഞാൻ ഡിഗ്രി ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പെട്ടെന്നൊരു ഡിഗ്രി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ജോബൊന്നും കിട്ടില്ല. പിന്നെ കുറച്ച് കാലം വേറെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് ടീച്ചറായിട്ടോ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്നൊരു ജോബ് നോക്കാനുള്ളൊരു മൈൻഡിലായിരുന്നു ഇതിൽ ജോയിൻ ചെയ്ത്. ഇതിൽ ജോയിൻ ചെയ്യാൻ ഞാൻ കുറേ നോക്കിയായിരുന്നു. എനിക്കറിയില്ല മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി. അപ്പോൾ എൻ്റെ സീനിയേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കാർഡിയയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കാർഡിയ അന്വേഷിച്ചു പാലക്കാട് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ടാണ് ജോയിൻ ചെയ്ത്. അപ്പോൾ ആദ്യം ഡെമോ ക്ലാസ്സായിട്ടാണ് ജോയിൻ ചെയ്ത്. പിന്നെ അങ്ങനെ ഓക്കെ ആണെന്ന് തോന്നിയപ്പോൾ ഫുള്ളായിട്ട് കോഴ്സ് എടുത്തു. പിന്നെ അതിനുശേഷം CPC എഴുതാനുള്ള തീരുമാനത്തിലെത്തി. CPC എഴുതുക കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ മിസ്സും സാറും റുനൈസ് സാറും മേഘന മിസ്സും ആയിരുന്നു നന്നായിട്ട് ഡൗട്ടൊക്കെ എന്നെ പക്കായിട്ട് ക്ലിയർ ചെയ്ത് തരുന്നത്. അപ്പോൾ അത് വലിയ ടഫായിട്ട് തോന്നിയില്ല. അതിനുശേഷം ഞാൻ CPC ക്ലിയർ ചെയ്തു. അതിനുശേഷം ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ പ്ലേസ്ഡായി XTOM കോയമ്പത്തൂർ. ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുമ്പോഴാണ് എന്തായാലും പെട്ടെന്ന് ജോബ് കിട്ടി സെറ്റാകാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോഡിങ് അന്വേഷിച്ചത്. ഇവിടെ തൃശ്ശൂർ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പഠിച്ചിരുന്നു. അവളാണ് എന്നോട് പറഞ്ഞത് കാർഡിയയിൽ ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേർന്നു. എന്താ പറയുക, അവിടുത്തെ മിസ്സുമാരായാലും സാറുമാരായാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിനായാലും. പിന്നെ പെട്ടെന്ന് തന്നെ എക്സാം കഴിഞ്ഞു ഒരു മാസം തന്നെ ആകുമ്പോഴേക്കും എനിക്ക് ജോലി XTOM കമ്പനിയിൽ കിട്ടി. അപ്പോൾ താങ്ക് യു കാർഡിയ. അപ്പോൾ നമ്മൾ ഇവരോരോരുത്തരെയും കോഡിങ്ങിലേക്ക് വന്ന ആ ഒരു ജേണി എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഇവർ ഓരോരുത്തരും പറഞ്ഞത്. എനിക്കിതിലേക്ക് ആഡ് ഓൺ ചെയ്ത് പറയാനുള്ളത്, ഒന്ന്, ഗ്രാജുവേഷൻ കഴിഞ്ഞ് വെറുതെ നിൽക്കുന്ന ആളുകളോടാണ്. എല്ലാവർക്കും വേണ്ടത് പെട്ടെന്നൊരു ജോബ് എന്നുള്ളൊരു ലക്ഷ്യമാണ്. അതിലേക്ക് നിങ്ങളെത്താൻ വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു കോഴ്സാണ് മെഡിക്കൽ കോഡിങ് എന്നുള്ളത് തെളിയിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. കാരണം 3 മാസം അതല്ലെങ്കിൽ ഒരു 4-4.5 മാസം കൊണ്ട് എക്സാം പ്രിപ്പറേഷൻ അടക്കം ഫില്ല് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്നൊരു കരിയറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് ഈ ഒരു കമ്പനി വേക്കൻസി ഔട്ട് ചെയ്ത സമയത്ത് നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാസ്റ്റ് ഈ കമ്പനിക്ക് നമ്മൾ ആളുകളെ കൊടുത്തത് ഒരു ജോബ് ഡ്രൈവ് കണ്ടക്ട് ചെയ്തിട്ടായിരുന്നു. ഇവർ നമ്മുടെ തൃശ്ശൂർ ബ്രാഞ്ചിലൊക്കെ വന്ന് ജോബ് ഡ്രൈവായിട്ട് നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആളുകളെ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ടൈമിൽ ഇവരെല്ലാവരും കോയമ്പത്തൂർ വന്നിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്ലേസ്മെൻറ്റ് പൂൾ അത്രയും ക്ലിയർ ആണ്. നമുക്ക് ഈ ഒരു ഡ്രൈവിന് അറ്റൻഡ് ചെയ്യാനുള്ള അത്രയും ആളുകൾ ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലൊന്നും ഇല്ല. ചുരുക്കം കുറച്ച് ആളുകൾ വെയിറ്റിംഗ് ഉണ്ട്. അത് അവരുടേതായ കാരണം കൊണ്ട് ഇപ്പോൾ ജോബിന് കയറാൻ പറ്റാത്ത ആളുകൾ, അങ്ങനത്തെ ആളുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വെയിറ്റിങ്ങിലുള്ളത്. ബാക്കി ഒട്ടുമിക്ക ആളുകളെ നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്യിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ നമ്മളിവിടെ വന്നിട്ട് കമ്പനീൻ്റെ HR ആയിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായത്, അവർക്ക് ഇനിയും പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മെഡിക്കൽ കോഡിങ്ങിൻ്റെ സാധ്യതകൾ ഇനിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കമ്പനീസ് കേരളത്തിലേക്ക് അടക്കം വരുന്ന സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
ഡിഗ്രി കഴിഞ്ഞ് വെറുതെ നടക്കുന്ന ആളുകളോടാണ്, നിങ്ങൾക്കൊരു ജോബ് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ 18ഓളം ബ്രാഞ്ചുകളായിട്ട് കാർഡിയ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ജോയിൻ ചെയ്യുന്ന നിങ്ങളോട് പറയാനുള്ളത്, പല ആളുകളും പല എക്സ്പീരിയൻസുകൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇനിയും ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങളേതോ വലിയ ചില ലക്ഷ്യങ്ങളിലേക്കുള്ള ചെറിയ കാര്യങ്ങളാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഗൾഫ് പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ട്, അതല്ലാതെ ഇനിയും വേറെയും കമ്പനീസിലേക്കൊക്കെ പോകാനുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് വരാനുണ്ട്. പക്ഷേ അതിനൊക്കെ നമുക്ക് വേണ്ടത് ഒരു ബേസാണ്. ആ ഒരു ബേസിക് സ്റ്റെപ്പിലാണ് നിങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ്, നിങ്ങളെ കോഡിങ് കരിയറിലെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പിലാണ് നിങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രെയിനിങ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊജക്റ്റുകൾ നല്ല രൂപത്തിൽ, നല്ല അക്യുറസിയിൽ, നല്ല രൂപത്തിൽ ചെയ്ത് കമ്പനിയായിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് നിങ്ങളെ മെഡിക്കൽ കോഡിങ് കരിയർ എന്ത് ചെയ്യുക, വീണ്ടും ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗിക്കുക. സോ എല്ലാവർക്കും നിങ്ങളെ ഈ ഒരു ജോയിനിങ്ങിലേക്ക് വിഷിങ് ഓൾ ദ വെരി ബെസ്റ്റ്.